വേണു, ഈ ഷോൺ ജോർജിൻ്റെ പ്രസ്താവനയെ പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്കതിനകത്ത് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഷോൺ ജോർജ് പറയുന്നത് സഭാ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുമ്പിൽ 7 ആവശ്യങ്ങൾ വെച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകളുടെ പേരിൽ സഭാ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറുമായി നെഗോസിയേഷൻ നടത്തി, വിലപേശൽ നടത്തി. അതിൽ 6 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ 6 കാര്യങ്ങൾ ചെയ്തു കൊടുത്ത 6 കാര്യങ്ങൾ എന്തെന്ന് മാത്രമല്ല, ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യം എന്ത് എന്നുകൂടി വെളിപ്പെടുത്താൻ സഭാ നേതൃത്വം തയ്യാറാകണം. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ബിഷപ്പുമാർ പരസ്യമായി, അതായത് ഷോൺ ജോർജിൻ്റെ പ്രസ്താവനയിലൂടെ ബിഷപ്പുമാർ പരസ്യമായി തങ്ങളുടെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചോ, നിങ്ങളെ ആരെങ്കിലും പെർസിക്യൂട്ട് ചെയ്ത് ജയിലിലാക്കിയാൽ ഞങ്ങൾ നേതൃത്വവും ഇവിടുത്തെ ഭരണാധികാരികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുമെന്നാണ്. അതെന്തുമാത്രം വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോൺ ജോർജ് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഷോൺ ജോർജ് തങ്ങളുടെ രാഷ്ട്രീയം കളിച്ചതാണെന്ന് വിചാരിക്കാം. പക്ഷേ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുവരെ ഒരു ബിഷപ്പ് പോലും പ്രസ്താവന ഇറക്കിയിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. KCBC പറഞ്ഞില്ല, CBCI പറഞ്ഞില്ല, ഇവിടുത്തെ സീറോ മലബാർ സഭയിലെ മെത്രാൻ സമിതി പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങൾ അങ്ങനെ നെഗോസിയേഷനൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം അവർ കാണിക്കണ്ടേ? ശരി, എന്ന് വെച്ചാൽ ഷോൺ ജോർജ് വിശ്വസിക്കേണ്ടി വരും. കിട്ടാതെ പോയ 7ാമത്തത് എന്ത്? ആര് പറയും? വേണു, ഈ 6ാമത്തെ 7ാമത്തെയും പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഈ SDPIയുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഒന്നുകൂടെ വളരെ കൃത്യമായി ഞാൻ പറയാം. SDPIയുടെ നുഴഞ്ഞുകയറ്റമല്ല, എക്സ്പ്ലിസിറ്റ്ലി ഇൻഫിൽട്രേറ്റഡ്. അവർ വളരെ പ്രത്യക്ഷമായി തന്നെ പ്രകടനം നടത്തി. അതും SDPIയെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചങ്ക കൈവച്ച് പോകും എൻ്റെ വേണു. ഇനി ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. എന്തുകൊണ്ട് ക്രൈസ്തവൻ, ഒരു രാജ്യസ്നേഹി, ഞാൻ ഈ പറയുന്നത് ചെക്ക് വെക്കാതെ എന്നെ ഒന്ന് മുഴുവൻ പറയണേ. SDPIയുടെ പ്രകടനം എവിടെ? ഇൻഫിൽട്രേറ്റ് ചെയ്ത, എക്സ്പ്ലിസിറ്റ് ആയി ഇൻഫിൽട്രേഷൻ നടത്തിയ പ്രകടനം എവിടെ? ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ കൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എത്ര ഫോട്ടോകൾ, എത്ര വീഡിയോകൾ അവൈലബിൾ ആണ്? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും മോചനത്തിന് വേണ്ടി SDPI എക്സ്പ്ലിസിറ്റ് ആയി ഇൻഫിൽട്രേറ്റ് ചെയ്ത് നടത്തിയ ഏത് പ്രകടനം എവിടെ നടന്നു? അങ്ങ് ചങ്കിൽ കൈവച്ചല്ലേ പറഞ്ഞത്? ഇപ്പോഴും ചങ്കുണ്ടല്ലോ, അതിൽ കൈവച്ച് കുറച്ചുകൂടെ പറഞ്ഞു തരൂ, എവിടെയാണ് നടന്നത്? കന്യാസ്ത്രീകളുടെ അന്യായ തടവിനെതിരെ എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. എന്റെ വേണു അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വേണു കണ്ടു കാണത്തില്ലായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ക്രൈസ്തവർ മോഡി ഭരിക്കുന്ന, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ല, ഇതെടുത്തോണ്ടല്ലോ ഞാൻ വരുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, സമയം കളയണ്ട. ഇദ്ദേഹത്തിന്റെ വായടപ്പിക്കൂ. ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് സമയം തീരുന്നതുകൊണ്ട് എന്തുകൊണ്ട് BJPയെ പിന്തുണയ്ക്കാൻ ക്രിസ്ത്യാനി അടക്കമുള്ള രാജ്യസ്നേഹികൾ തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്നു പറയട്ടെ. അവിടെ നിൽക്കട്ടെന്നേ, ഞാൻ ഇതൊന്ന് പറയട്ടെ, സമയം കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അമേരിക്ക ഭാരതത്തിനെതിരെ നീക്കം നടത്തുന്ന, അമേരിക്കക്കെതിരെ നീക്കം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ അജിത് ഡോവൽ ഇന്ന് റഷ്യയിൽ ഇറങ്ങിയ ദിവസമാണ്. ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ അഭിമാനത്തോടെയാണ് നമ്മളതിനെ കാണുന്നത്.